പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് ഡയറ്റിങ്ങിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പൊതുവേ മീൻ, മുട്ട, ചിക്കൻ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഫുഡ്സാണ്. എത്ര കിട്ടിയാലും കഴിക്കാൻ ഞാൻ റെഡിയാണ്. എന്നാലും നമ്മളത് ഒരു കൺട്രോൾഡായിട്ടേ കഴിച്ചിരുന്നുള്ളൂ. ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നല്ല ചിലവാണ്. പിന്നെ നോൺ വെജ് കൂടുതൽ കഴിക്കുമ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടും എന്നൊരു പേടിയുണ്ട്. പക്ഷേ ആ ഒരു ഫസ്റ്റ് ഡയറ്റ് ചെയ്യുന്ന ഫേസിൽ പണ്ട് പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു വരികയായിരുന്നു. ആ സമയത്ത് ന്യൂട്രീഷനും പഠിക്കുന്നുണ്ടായിരുന്നു. പ്രോട്ടീൻ നമ്മുടെ പൊതുവെ ഇന്ത്യൻ ഡയറ്റിൽ കുറവായത് കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരുപാട് സ്ട്രെസ് ചെയ്ത് പറയാറുണ്ട്. പക്ഷേ ഇത് നല്ലതാണ് എന്ന് എത്ര പറഞ്ഞാലും നമുക്കും തോന്നണമല്ലോ നമുക്ക് കഴിക്കാമെന്ന്. അപ്പോൾ ഫിറ്റ്നസ്സിന് വേണ്ടി, അല്ലെങ്കിൽ ബോഡി നന്നാവാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് അതെപ്പോഴോ ആണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക, അന്നന്ന് കിട്ടുന്ന റിസൾട്ട് അല്ല. അപ്പോൾ അത് ഒന്ന് ബോധ്യപ്പെട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കാലറി കുറച്ച് കൊണ്ടുവരുമ്പോൾ ലോ കാർബ് ഡയറ്റിൽ വിശപ്പിൻ്റെ വിളി വരുമ്പോൾ വിശപ്പ് ക്രേവിങ്സ് ഒക്കെ മാനേജ് ചെയ്യാൻ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീൻ കൂടുതലുള്ള ഡയറ്റ് ചെയ്യുമ്പോഴാണ്. അതൊരു എന്താ പറയുക, ഒരു ലൈഫ് സേവർ തന്നെയാണ്. അപ്പോൾ അപ്പോഴാണ് ഞാൻ കൺവിൻസ്ഡ് ആയത്. പിന്നീടാണ് ഫിറ്റ്നസ്സിലുള്ള ചേഞ്ചസ് ഒക്കെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ പിന്നെ ബോധ്യമായി. അതുപോലെ പ്രോട്ടീൻ്റെ കൂടെ ഒരുപാട് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നതും വിശപ്പ് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് കണ്ടോ, സാലഡ് പലതരത്തിൽ. ഒരു റോട്ടിക്ക് പകരമാണ് ഈ ലീവ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാബേജ് ലീവ്സ് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതിന് നല്ല പുളിയും അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിൽ അതിന് നല്ലോണം ഫോക്കസ് കൊടുക്കേണ്ടി വരും. വിശപ്പ് വരുന്നിടത്ത് വെച്ച് കാണാം. വിൽ പവർ വെച്ചത് ഹാൻഡിൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാൽ സങ്കടമായിരിക്കും അവസ്ഥ. പക്ഷേ എപ്പോഴും നല്ല തിന്നാൻ ഭയങ്കര കൊതിയുള്ള ആളാണെങ്കിൽ പ്ലാൻഡായിട്ട് എപ്പോഴും എന്തെങ്കിലും അതിനനുസരിച്ച് റെഡിയാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ല പ്ലാനിങ്. ആക്റ്റീവ് ഡേ ആയിരുന്നു. വെള്ളം 2.5 ലിറ്റർ കുടിച്ചു. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.